അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മെജോറിറ്റി ഉദ്യോഗാർത്ഥികളും ഫെയിൽ ആകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സിലബസിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അപ്പൊ നമ്മുടെ സിലബസിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ നോക്കുമ്പം PSC ഒരു സിലബസ് തന്നിട്ടുണ്ട്, അതിനകത്ത് എന്ത് പഠിക്കണം, ഒരു വലിയ സിലബസ് ആണ് അല്ലെ. എന്ത് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ നമ്മൾ ആകെ ബുദ്ധിമുട്ടും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC തന്നിരിക്കുന്ന സിലബസ് ഒരു ബിഗിനർ നോക്കിയാൽ അയാൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ശീലമുള്ള അത്യാവശ്യം നോളജ് ഉള്ള ഒരു കാൻഡിഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് എന്ത് പഠിക്കണം എന്നുള്ള ഇൻഡെപ്ത് സിലബസിൽ ഒരു നോളജ് കിട്ടും. ആ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യാവുള്ളൂ. അപ്പൊ ഒരു ബിഗിനർ എന്ത് ചെയ്യും? ഒരു ബിഗിനർ ഇതേപോലെ PSCയുടെ സിലബസ് എടുക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഡെവലപ്പ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് 40 മാർക്ക് വെയിറ്റേജ് ഉള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ആവശ്യമുള്ള ആൾക്കാർ, നിങ്ങളുടെ സിലബസിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ സിലബസിനെ പറ്റി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. അതിന് നമുക്ക് എന്ത് വേണം? PSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള സിലബസ് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ ധാരണയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് 40 മാർക്ക് വെയിറ്റേജ് ഉള്ള മെക്കാനിക്കലിലെ ടോപ്പിക്കിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ മെക്കാനിക്കൽ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യത്തെ 10 മാർക്കിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ, അടുത്ത 10 മാർക്കിന് തെർമൽ എഞ്ചിനീയറിംഗ്, ദെൻ അടുത്ത 10 മാർക്കിന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ദെൻ അടുത്ത 10 മാർക്കിന് മെഷീൻ എലമെന്റ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലർ ആണ്. അപ്പൊ നമുക്ക് ഓരോരോ സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നൊന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ PSC തന്നിരിക്കുന്ന സിലബസിൽ നോക്കിയാൽ നമുക്ക് വേഗമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ ബിഗിനർ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കിയേ, ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താണ്? ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കും. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ പ്രോപ്പർട്ടീസിൽ ഏതൊക്കെ നോക്കണം? ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, വേപ്പർ പ്രഷർ, കംപ്രസിബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ നോക്കണം. ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് പ്രഷർ മെഷർമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ആദ്യം ഫ്ലൂയിഡ് പ്രഷർ എന്താണെന്ന് നോക്കണം. പ്രഷർ ഹെഡ്, പ്രഷർ ഇന്റൻസിറ്റി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം. ദെൻ കൺസെപ്റ്റ് ഓഫ് വാക്വം ആൻഡ് ഗേജ് പ്രഷർ, ദെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, അതേപോലെ തന്നെ ഗേജ് പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദെൻ അടുത്തത് നമ്മൾ പീസോമീറ്റർ എന്താണ്, അതായത് പ്രഷർ മെഷർമെന്റ് ഡിവൈസിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട പീസോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സിമ്പിൾ മാനോമീറ്റർ നോക്കണം, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതേപോലെ തന്നെ ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം. ദെൻ അടുത്തത് നമ്മൾ പ്രഷർ ഗേജ്. പ്രഷർ ഗേജിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബോർഡൻസ് ടു പ്രഷർ ഗേജും, അതേപോലെ തന്നെ നമ്മൾ പ്രഷർ മെഷർമെന്റിലെ സിമ്പിൾ പ്രോബ്ലംസും നമ്മൾ നോക്കിയിരിക്കണം. ദെൻ അടുത്തത് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അപ്പൊ ഫ്ലൂയിഡ് ഫ്ലോയിൽ എന്താണ്? ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഫ്ലൂയിഡ് ഫ്ലോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോയുടെ ടൈപ്സുകൾ പഠിക്കുന്നുണ്ട്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ദെൻ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ഇൻകംപ്രസിബിൾ ആൻഡ് കംപ്രസിബിൾ ഫ്ലോ, ദെൻ റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, വൺ ഡയമെൻഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ഫ്ലോ. അപ്പൊ അത് ഏതൊക്കെ ഫ്ലോ ആണെന്ന് മനസ്സിലാക്കണം. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ അവിടെ നമ്മൾ ഇനി അടുത്തത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് പാത്ത് ലൈൻ, സ്ട്രീം ലൈൻ,
സ്ട്രീക്ക് ലൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ, അതിനകത്ത് ഡെറിവേഷൻ ആവശ്യമില്ല. ദെൻ മൊമെന്റം ഇക്വേഷൻ ഫോർ സ്റ്റഡി ഇൻവിസിഡ് ഫ്ലോ. ദെൻ ഓയിലർ ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല. ഓയിലർ ഇക്വേഷനിൽ നമ്മൾ ബെർണോളിസ് തിയറം ഡിറൈവ് ചെയ്തെടുക്കും. അപ്പോ ബെർണോളിസ് തിയറം എന്താണെന്ന് മനസ്സിലാക്കുക, ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുക. അപ്പൊ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രഷർ മെഷർമെന്റ് ഡിവൈസ് എല്ലാം ബെർണോളിസ് തിയറത്തിന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ വെഞ്ചുറി മീറ്റർ പഠിക്കണം, ദെൻ ഓറിഫൈസ് മീറ്റർ പഠിക്കണം, പിറ്റെ ട്യൂബ് പഠിക്കണം. അപ്പൊ നമ്മളിവിടെ വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ, പിറ്റെ ട്യൂബ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഡിസ്ചാർജ് ത്രൂ വെഞ്ചുറി ആൻഡ് ഓറിഫൈസ് മീറ്റർ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ഡിസ്ചാർജ് പഠിക്കുമ്പോൾ നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജ് അതുപോലെ തന്നെ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഉണ്ടല്ലേ, അത് തമ്മിലുള്ള റേഷ്യോ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. പിന്നെ അപ്പൊ നമ്മൾ ഈ ഫ്ലൂയിഡ് ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ അപ്രോക്സിമേറ്റ് ഏത് റേഞ്ചിലാണ് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വരുന്നതെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ദെൻ അടുത്തത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് നോച്ചസ് ആൻഡ് ഓറിഫൈസസ് ആണ്. അപ്പൊ അവിടെ ഇക്വേഷൻ ഓഫ് ഡിസ്ചാർജ് ഓവർ എ നോച്ച്. അപ്പൊ ഈ നോച്ചിനകത്ത് ഏതൊക്കെ നോച്ച് പഠിക്കണം എന്ന് ചോദിച്ചാൽ റെക്ടാങ്കുലർ പഠിക്കണം, ട്രയാങ്കുലർ പഠിക്കണം, പിന്നെ നിങ്ങൾ ട്രപ്പിസോയിഡിലും കൂടെ ഒന്ന് നോക്കി വെക്കുക, അതിന്റെ തിയറി കൺസെപ്റ്റുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ദെൻ അടുത്തത് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഓഫ് ഓറിഫൈസ്. അപ്പൊ ഓറിഫൈസിന്റെ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ നിങ്ങൾ ഇവിടെ നമ്മുടെ ഒറിഫൈസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ മൗത്ത് പീസിനെ പറ്റിയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ദെൻ അടുത്തത് ഫ്ലോ ത്രൂ പൈപ്സ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോസ് വേണം. അപ്പൊ ലാമിനാർ ഫ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് അറിയണമെങ്കിൽ ഹെയ്ഗൻസ് പോയ്സ്ലി ഇക്വേഷൻ ഫോർ ലാമിനാർ ഫ്ലോ വേണം. ദെൻ അടുത്ത് ടർബുലന്റ് ഫ്ലോ. അപ്പൊ ടർബുലന്റ് ഫ്ലോയിലകത്ത് നമ്മൾ പൈപ്പ് ഫ്രിക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഡാർസിസ് ഇക്വേഷനും അതേപോലെ തന്നെ ചെസീസ് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ചെസീസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെസീസ് ഇക്വേഷന്റെ വെച്ചിട്ടുള്ള യൂണിറ്റുകളൊക്കെ, ചെസീസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റുകൾ, അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ എക്സ്പ്രഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ പൈപ്പ് ഫ്രിക്ഷനുമായിട്ട് നമ്മൾ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം മേജർ ലോസ് എന്താണെന്ന് പഠിക്കണം. മേജർ ലോസ് ഏതൊക്കെയാണ്? മേജർ ലോസ് പ്രധാനമായിട്ടും എന്താണ് പൈപ്പ് ഫ്രിക്ഷൻ കൊണ്ടാണ് വരുന്നത്. പിന്നെ മൈനർ ലോസ്. അപ്പൊ മൈനർ ലോസ് ഏതൊക്കെയാണ്? മൈനർ ലോസുകൾ അത് മനസ്സിലാക്കുക. ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആൻഡ് ടോട്ടൽ ഗ്രേഡിയന്റ് ലൈൻസ് അതും മനസ്സിലാക്കുക. അതിനകത്ത് നിന്ന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിൽ നിന്നും ടോട്ടൽ ഗ്രേഡിയന്റിൽ നിന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസുകളിൽ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ അതെന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ അടുത്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ടു എസ്റ്റിമേറ്റ് മേജർ ആൻഡ് മൈനർ ലോസസ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മേജർ ലോസിന്റെ ഡാർസിസ് ഇക്വേഷൻ, അതേപോലെ തന്നെ ഹെയ്ഗൻസ് പോയ്സ്ലെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. മിക്കവാറും ഡാർസിസ് ഇക്വേഷൻ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ദെൻ നമ്മൾ മൈനർ ലോസിന്റെ ഓരോ ടൈപ്പ് മൈനർ ലോസിന്റെ ഇക്വേഷൻ, ആ എക്സ്പ്രഷൻ മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ ഇതിനകത്ത് ഒരു മാർക്കിന് പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോളിക് ഓയിൽ. അപ്പൊ അതിനകത്ത് വിസ്കോസിറ്റി ഇൻഡെക്സ് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എന്താണ് ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ദെൻ ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി, ഡിമൾസിബിലിറ്റി, ലൂബ്രിസിറ്റി, റസ്റ്റ് പ്രിവെൻഷൻ, പോർ പോയിന്റ്, ഫ്ലാഷ് പോയിന്റ് ആൻഡ് ഫയർ പോയിന്റ്, ന്യൂട്രലൈസേഷൻ നമ്പർ. അപ്പൊ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്ത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അത് നിങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ദെൻ അടുത്തത് ഹൈഡ്രോളിക് മെഷീൻ. അപ്പൊ ഈ ഹൈഡ്രോളിക് മെഷീൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ഹൈഡ്രോളിക് മെഷീന്റെ ഒരു ബേസിക് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഹൈഡ്രോളിക് മെഷീന്റെ ഒരു ബേസിക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പാക്ട് ഓഫ് ജെറ്റ് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇമ്പാക്ട് ഓഫ് ജെറ്റ് വ്യക്തമായിട്ട് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇമ്പാക്ട് ഓഫ് ജെറ്റിന് ഒരു തിയറി നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നേരെ നിങ്ങൾ പോകേണ്ടത് ലേ ഔട്ട് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനകത്ത് എന്തൊക്കെ കമ്പോണൻസുകൾ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഓരോ കമ്പോണൻസിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. Then features of hydroelectric power plant, classification of hydraulic turbine. ഹൈഡ്രോളിക് ടർബൈനിന്റെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനെ പറ്റി വിത്ത് എക്സാമ്പിൾ സഹിതം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. Then selection of turbine on the basis of head and discharge available. Then construction and working principle of Pelton wheel.
അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട പെൽട്ടൺ വീൽ ആണ്. ഇപ്പൊ പെൽട്ടൺ വീൽ കഴിഞ്ഞിട്ട് അതർ ടർബൈൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രാൻസിസ് ടർബൈൻ നമ്മൾ പഠിക്കണം അല്ലെ, അത് റിയാക്ഷൻ ടർബൈനകത്ത് വരുന്നതാണ്. പെൽട്ടൺ വീലോ ഇമ്പൾസ് ടർബൈനകത്ത് വരുന്നതാണ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുക കൃത്യമായിട്ട്. ഇപ്പൊ പെൽട്ടൺ വീൽ ടർബൈന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ പഠിക്കണം. പിന്നെ അതിന്റെ ഓരോ എക്സ്പ്രഷൻസ് പഠിക്കണം. അപ്പൊ അതിന്റെ എന്താണ് ഓരോരോ ടേംസുകൾ പഠിക്കാനുണ്ടാവും. ആ ഓരോരോ ടേംസുകൾ പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ എംപെരിക്കൽ റിലേഷൻസ് ഉണ്ട് അല്ലെ, എത്ര ബക്കറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ പെൽട്ടൺ വീൽ ടർബൈൻ പഠിക്കണം, ഫ്രാൻസിസ് ടർബൈൻ പഠിക്കണം, കപ്ലാൻ ടർബൈൻ പഠിക്കണം. അപ്പൊ ഈ റിയാക്ഷൻ ടർബൈൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലെ. അപ്പൊ ഡ്രാഫ്റ്റ് ട്യൂബ് പഠിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ടർബൈനകത്ത് വരുന്ന ക്യാവിറ്റേഷൻ എന്ന ഫിനോമിനൻ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്യാവിറ്റേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി ടർബൈൻ പഠിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. യൂണിറ്റ് ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് മിക്കവാറും ഒരു മാർക്കിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് കേട്ടോ. ദെൻ കഴിഞ്ഞില്ല, ടർബൈൻ കഴിഞ്ഞു. ഇനി നമ്മുടെ എന്താണ് ഹൈഡ്രോളിക് മെഷീനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള കാര്യം പമ്പാണ്. പമ്പിനകത്ത് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കണം, അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിക്കണം. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് നമ്മൾ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, ടൈപ്സ് ഓഫ് കേസിംഗ് ആൻഡ് ഇമ്പല്ലർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കൺസെപ്റ്റ് ഓഫ് മൾട്ടി സ്റ്റേജ്. അപ്പൊ മൾട്ടി സ്റ്റേജിങ് എന്തിനാണ്, അതേപോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് മൾട്ടി സ്റ്റേജിങ് ചെയ്യാൻ പറ്റും. അക്കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്ന് ഏത് സമയത്താണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി പ്രൈമിങ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൈമിങ്ങിന്റെ മെത്തേഡ്സുകൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പമ്പിനകത്ത് വരുന്ന ക്യാവിറ്റേഷൻ, പിന്നെ പമ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാനോമെട്രിക് ഹെഡ്, വർക്ക് ഡൺ, മാനോമെട്രിക് എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളുടെ എക്സ്പ്രഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടുന്നൊക്കെ മിക്കവാറും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവറോൾ എഫിഷ്യൻസി ആൻഡ് പവർ റിക്വയർഡ് ടു ഡ്രൈവ് പമ്പ്സ്. അപ്പൊ നിങ്ങൾ പമ്പ് പഠിക്കുമ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മറക്കാതെ പഠിക്കുക, NBSH. അതും നിങ്ങൾ കൃത്യമായിട്ട് NBSH കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അടുത്ത റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്തോട്ട് വരാൻ നേരത്ത് അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് തന്നെ സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് ഒക്കെ ഉണ്ട് അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഡിസ്ചാർജിന്റെ ഇക്വേഷൻ പഠിക്കുക. അതേപോലെ തന്നെ സ്ലിപ്പ് അല്ലെ, ആക്ച്വൽ ഡിസ്ചാർജും തിയറട്ടിക്കൽ ഡിസ്ചാർജും ഉണ്ട്. എപ്പോഴും എന്താണ് തിയറട്ടിക്കൽ ഡിസ്ചാർജിനെക്കാളും ആക്ച്വൽ ഡിസ്ചാർജ് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ ഇവിടെ ചില കേസിൽ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് ആക്ച്വൽ ഡിസ്ചാർജിനെക്കാളിലും തിയറട്ടിക്കൽ ഡിസ്ചാർജിനെക്കാളിലും എന്ത് ചെയ്യും, കൂടുതലായിരിക്കും ആക്ച്വൽ ഡിസ്ചാർജ് വരുന്നത് അല്ലെ. അപ്പോൾ അവിടെ അന്നേരം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് മനസ്സിലാക്കണം. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിയറട്ടിക്കൽ ഡിസ്ചാർജിൽ നിന്ന് ആക്ച്വൽ ഡിസ്ചാർജ് കുറയ്ക്കുന്നതാണ്. അതെപ്പോഴും സാധാരണ കേസിലൊക്കെ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ ചില കേസിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ എന്താണ്, നെഗറ്റീവ് സ്ലിപ്പ് വരും. അതായത് ആക്ച്വൽ ഡിസ്ചാർജ് കൂടുകയും തിയറട്ടിക്കൽ ഡിസ്ചാർജ് കുറയുകയും ചെയ്യും. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ പമ്പുകളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ PSCയുടെ സിലബസിൽ അങ്ങനെ സ്പെഷ്യൽ പമ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്പെഷ്യൽ പമ്പിനെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനകത്ത് ഹൈഡ്രോളിക് റാം, എയർലിഫ്റ്റ് പമ്പ്, ജെറ്റ് പമ്പ്, പ്രൊപ്പല്ലർ പമ്പ്, ടർബൈൻ പമ്പ്, ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ FM ആൻഡ് HMനകത്ത് സിലബസ് കംപ്ലീറ്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത സിലബസിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ എന്താണ് തെർമൽ എഞ്ചിനീയറിംഗ്, 10 മാർക്കിന്റെ തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് നോക്കുക. അപ്പൊ ആദ്യം പറയുന്നത് തെർമോഡൈനാമിക്സാ. അപ്പൊ നമ്മുടെ സിലബസിൽ തെർമോഡൈനാമിക്സ് വളരെ കുറച്ച് പോർഷൻസ് തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ബേസ് തൊട്ട് പഠിക്കണം. ഡിഫൈൻ ആൻഡ് ക്ലാസിഫൈ തെർമോഡൈനാമിക് സിസ്റ്റം, ബൗണ്ടറി, സറൗണ്ടിങ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ തന്നെ നമ്മൾ ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അതിന്റെ എക്സാമ്പിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ പ്രഷർ, ടെമ്പറേച്ചർ, എൻതാൽപി ആൻഡ് ദെയർ SI യൂണിറ്റ്സ്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ ബോയിൽസ് ലോ, ചാൾസ് ലോ, ജൂൾസ് ലോ, അവഗാഡ്രോസ് ലോ, ദെൻ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പൊ ഹീറ്റ് ആൻഡ് വർക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അടുത്ത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. അവിടെ നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താന്ന് പഠിക്കണം.
അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദെൻ തെർമോഡൈനാമിക് പ്രോസസ് സച്ച് ആസ് ഐസോകോറിക്, ഐസോബാറിക്, ഐസോതെർമൽ, അഡേബാറ്റിക്, പോളിട്രോപ്പിക്, അതിന്റെ എല്ലാ എക്സ്പ്രഷൻസ്, വർക്ക് ഡണ്ണിന്റെതും അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫേർഡിന്റെ ഒക്കെ ഇക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ അതിന്റെ എൻതാൽപി ചേഞ്ചിന്റെ ഇക്വേഷൻസും മനസ്സിലാക്കുക. ഇത് തമ്മിൽ ചില കേസിലുള്ള എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഏത് പ്രോസസ്സിലാണ്, അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപി ഏത് പ്രോസസ്സിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടെ നിന്നൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ അടുത്തത് സിമ്പിൾ പ്രോബ്ലംസ് അതുമായിട്ട് ബേസ് ചെയ്ത് ചോദിക്കാം. ദെൻ അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സീറോത്ത് ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഇപ്പൊ സെക്കൻഡ് ലോ പറയുമ്പോൾ കെൽവിൻ പ്ലാങ്ക്സും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ദെൻ അടുത്തത് എൻട്രോപ്പിയുടെ കൺസെപ്റ്റ്, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ തെർമോഡൈനാമിക്സിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ അസംഷൻസ്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, ഓരോ പറയുന്ന ഓരോ ടൈപ്പ് സൈക്കിൾസിന്റെയും എന്ത് ചെയ്യണം, പി വി ടി എസ് ഡയഗ്രത്തിലും എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഏതൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്? കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിള്. ദെൻ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, അപ്പൊ എന്താണ്, ഓട്ടോ സൈക്കിളിന്റെയും ഡീസൽ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിക്കാൻ നേരത്ത് നമ്മൾ ഡ്യുവൽ സൈക്കിളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോ സൈക്കിള് കോൺസ്റ്റന്റ് വോളിയം, ഡീസൽ സൈക്കിള് കോൺസ്റ്റന്റ് പ്രഷർ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പിന്നെ ഓരോ കണ്ടീഷൻ തന്നിട്ട് ഇതിൽ ഓട്ടോ സൈക്കിൾ ആണോ എഫിഷ്യന്റ്, ഡീസൽ സൈക്കിൾ ആണോ, അങ്ങനെയൊക്കെയുള്ള കമ്പാരിസണും ഒക്കെ ചോദിക്കുക. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ദെൻ അടുത്തത് നമ്മുടെ ഐ സി എഞ്ചിന്റെ പോർഷനിലോട്ട് വരുമ്പോൾ വർക്കിംഗ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ, അവിടെ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും പഠിക്കണം. അതിന്റെ കമ്പാരിസൺ, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കമ്പാരിസൺ. ദെൻ കമ്പയർ SI ആൻഡ് CI എഞ്ചിൻ, എക്സ്പ്ലെയിൻ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഫോർ ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ, അത് 2 സ്ട്രോക്കും പഠിക്കണം 4 സ്ട്രോക്കും പഠിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ 2 സ്ട്രോക്കും 4 സ്ട്രോക്കിനെയും ക്ലാസിഫിക്കേഷനും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കാവെഞ്ചിങ് ഏതിനകത്താണ് പെർഫെക്റ്റ്, സ്കാവെഞ്ചിങ് ഇംപെർഫെക്റ്റ് ഏതിനകത്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാൽവ് ടൈമിംഗ് ഡയഗ്രാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ആംഗിൾ, അതിനകത്തുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ആംഗിൾസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് ഐ സി എഞ്ചിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് പെർഫോമൻസ് ഓഫ് ഐ സി എഞ്ചിൻ, നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഐ സി എഞ്ചിൻ അല്ലെ. അപ്പൊ അവിടെ ഡിഫൈൻ ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷണൽ പവർ ആൻഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ബ്രേക്ക് പവർ, എന്താണ് ഇൻഡിക്കേറ്റഡ് പവർ, എന്താണ് ഫ്രിക്ഷണൽ പവർ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫ്രിക്ഷണൽ പവർ ഉണ്ടാകുന്നത്, ഏതൊക്കെ ഡിവൈസസ് ആണ് ഫ്രിക്ഷണൽ പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അക്കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് എഫിഷ്യൻസീസ്, നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസീസ് മാത്രമല്ല, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, റിലേറ്റീവ് എഫിഷ്യൻസി ഉണ്ട്, അക്കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന്റെ എക്സ്പ്രഷൻസ്. ദെൻ ഡിഫൈൻ ടോട്ടൽ ഫ്യൂവൽ കൺസംഷൻ TFC അല്ലെ, അതുപോലെ തന്നെ സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ, ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ മോൾസ് ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, ഹീറ്റ് ബാലൻസ് ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മോൾസ് ടെസ്റ്റും ഹീറ്റ് ബാലൻസ് ടെസ്റ്റും നമ്മൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ള ടെസ്റ്റുകളും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മോട്ടറിംഗ് ടെസ്റ്റ്, അതേപോലെ തന്നെ റിറ്റാർഡേഷൻ ടെസ്റ്റ്, അതും കൂടെ ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. ഇത് മാത്രം അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നത് ചിലപ്പോൾ അതിനപ്പുറത്ത് ചോദിച്ചെന്നും വരാം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് എയർ കംപ്രസേഴ്സ് ആണ്. അപ്പൊ അവിടെ എയർ കംപ്രസറിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദെൻ യൂസസ് ഓഫ് കംപ്രസ്ഡ് എയർ, അത് എയർ കംപ്രസറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന പോർഷൻസ് ആണ്. ദെൻ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ യൂസിങ് PV ഡയഗ്രാംസ് അല്ലെ. അപ്പം സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ കംപ്രസറിന്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ അതിന്റെ PV ഡയഗ്രാംസ്. പിന്നെ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ വിത്ത് ക്ലിയറൻസ് വോളിയം, വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം, ക്ലിയറൻസ് വോളിയം എന്താണ് അല്ലെ, അതേപോലെ തന്നെ കംപ്രഷൻ റേഷ്യോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മൾ റോട്ടറി കംപ്രസർ, സെൻട്രിഫ്യൂവൽ കംപ്രസർ, ആക്സിയൽ ഫ്ലോ കംപ്രസർ, വെയിൻ ടൈപ്പ് കംപ്രസർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ലോബ് കംപ്രസർ, ഇതിന്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിളും പഠിക്കണം. ഇതിന്റെ ആപ്ലിക്കേഷൻ, മേജർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ എന്താണ്, നമ്മൾ സൂപ്പർ ചാർജ് ചെയ്യുമ്പോൾ അല്ലെ ടർബോ ചാർജ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സൂപ്പർ ചാർജ് ചെയ്യുമ്പോൾ ഏത് കംപ്രസറാണ് സൂപ്പർ ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത്
നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പോർഷൻ ആണ്. അപ്പൊ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അല്ലെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അങ്ങനെയുള്ള മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. പിന്നെ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ടക്ഷനുമായിട്ട് ബേസ് ചെയ്ത് ഫോറിയർ ലോ ഓഫ് തെർമൽ കണ്ടക്ഷൻ, ദെൻ അത് കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി, ദെൻ കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വാൾ, സിമ്പിൾ പ്രോബ്ലംസ് നോക്കണം, ദെൻ തെർമൽ റേഡിയേഷൻ, അവിടെ അബ്സോർബിറ്റി, റിഫ്ലക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി, ദെൻ കൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ബോഡി, ദെൻ പ്ലാങ്ക്സ് ലോ ഓഫ് തെർമൽ റേഡിയേഷൻ. അപ്പൊ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാങ്ക്സ് ലോ പഠിക്കണം, സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ പഠിക്കണം, ദെൻ കൺസെപ്റ്റ് ഓഫ് ഗ്രേ ബോഡി, ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അപ്പൊ കൺവെക്ഷനും നമ്മൾ പഠിക്കണം. കൺവെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ തെർമൽ സൈഡ് തീർന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ ആദ്യം വരുന്നത് അപ്ലൈഡ് മെക്കാനിക്സ് ആണ്. അപ്ലൈഡ് മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെ ഏത് ഏരിയാസിലൊക്കെയാണ് വരുന്നത് അതൊക്കെ നമ്മളൊന്ന് നോക്കുക. അപ്പൊ അത് നമ്മൾ ഒന്ന് നോക്കിയേക്കുക. പിന്നെ നമുക്ക് സിലബസിൽ പറയുന്ന ഫ്രിക്ഷൻ ഒക്കെയാണ്. അപ്പൊ ഫ്രിക്ഷനകത്ത് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ്സ് റിലവൻസ് ഇൻ എഞ്ചിനീയറിംഗ്, ടൈപ്സ് ആൻഡ് ലോസ് ഓഫ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫ്രിക്ഷന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് 1 മാർക്ക് എന്തായാലും ഉറപ്പാ, ചിലപ്പോൾ 1 തൊട്ട് 2 മാർക്ക് വരെ കിട്ടാം. ദെൻ അടുത്ത ടൈപ്സ് ഓഫ് ബീം ആണ്, ടൈപ്സ് ഓഫ് ബീം ആൻഡ് സപ്പോർട്ട്. അവിടെ സിമ്പിൾ, അതേപോലെ തന്നെ ഹിഞ്ച്ഡ്, റോളർ ആൻഡ് ഫിക്സഡ് സപ്പോർട്ട്, ദെൻ ലോഡ് ആക്ടിങ് ഓൺ ബീം, അതിൽ തന്നെ പല ലോഡ് ഉണ്ട് അല്ലെ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്, അതേപോലെ തന്നെ UDL, ദെൻ കപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ അടുത്തത് ബീം റിയാക്ഷൻ ഫോർ കാന്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്തൗട്ട് ഓവർഹാങ്, സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, കോമ്പിനേഷൻ ഓഫ് പോയിന്റ് ലോഡ് ആൻഡ് UDL, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ദെൻ അടുത്തത് മെക്കാനിക്സിലെ തന്നെ ടോപ്പിക് ആണ് സെൻട്രോയിഡ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഉണ്ട്. അപ്പൊ സെൻട്രോയിഡ് ഓഫ് ജോമെട്രിക്കൽ പ്ലെയിൻ ഫിഗേഴ്സ് സച്ച് ആസ് സ്ക്വയർ, റെക്ടാംഗിൾ, ട്രയാംഗിൾ, സർക്കിൾ, സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ ആൻഡ് ട്രപ്പിസോയിഡ് സെക്ഷൻ, എല്ലാത്തിന്റെയും ഇക്വേഷൻസ് അത് നമ്മൾ ബൈഹേർട്ട് ആയിട്ട് പഠിക്കണം. കാര്യം അതിന്റെ എക്സ്പ്രഷൻസ് അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ സിമ്പിൾ സോളിഡ്സ്, ക്യൂബ്, ക്യൂബോയിഡ്, കോൺ, സിലിണ്ടർ, സ്പിയർ, ഹെമിസ്ഫിയർ, അതിന്റെ ഒക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷനും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അതിന്റെ ഒന്നും ഡെറിവേഷൻ ആവശ്യമില്ല. ദെൻ മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം ഏരിയ മൊമെന്റ് ഓഫ് ഇനീഷ്യ ആണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് പ്ലെയിൻ ലാമിന, പിന്നെ അവിടെ സോളിഡ് ബോഡീസിന്റെ പറയുന്നുണ്ടെങ്കിൽ സോളിഡ് ബോഡീസ് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം സോളിഡ് ബോഡീസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. നമ്മൾ എന്നാലും അറിയാവുന്ന സെഷൻസിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദെൻ അടുത്ത് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് റെക്ടാംഗിൾ, സ്ക്വയർ, സർക്കിൾ, സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ ആൻഡ് ട്രയാംഗുലർ സെക്ഷൻ. ദെൻ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ഹോളോ സെക്ഷൻ, അതേപോലെ തന്നെ ഹോളോ സെക്ഷൻ എന്താണ്, എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ദെൻ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് സോളിഡ് ആൻഡ് എന്താണ് ഹോളോ സെക്ഷൻസ്, പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് സോളിഡ് ആൻഡ് ഹോളോ സെക്ഷൻസ്, അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സോളിഡ് സർക്കുലാർ സെഷന്റെ ഹോളോ സർക്കുലാർ സെഷന്റെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ദെൻ അടുത്തതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ മേജർ ആയിട്ട് വരുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ടോപ്പിക്. ബാക്കിയെല്ലാം എന്തായിരുന്നു, അപ്ലൈഡ് മെക്കാനിക്സിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ, ഡെഫിനിഷൻ ഓഫ് റിജിഡ്, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ്, deformation of elastic body under various forces, then definition of stress, strain, elasticity, Hooke's law, elastic limit, modulus of elasticity, simple problems avada padikanam. Then types of stresses, direct stress, bending stress, shear and torsion. Then nature of stress, standard stress strain curve for mild steel bar under tension, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിന്റെ ഓരോ പോയിന്റുകളും. yield stress, proof stress, ultimate stress, strain at various critical points, then percentage elongation, then mechanical properties of material. Materials in a mechanical property നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. elasticity, stiffness, plasticity, toughness, brittleness, ductility, malleability and hardness. അത്രയും elasticity property എങ്കിലും elastic property അല്ലെ mechanical property നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. then അടുത്തത് longitudinal and lateral strain അല്ലെ, നമ്മൾ സ്ട്രെയിൻ ലോങ്ങിറ്റ്യൂഡൽ മാത്രമല്ല ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിസോൺസ് റേഷ്യോ ഒക്കെ നോക്കേണ്ടി വരും.
ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി നമ്മൾ പഠിക്കണം. ദെൻ വോളിമെട്രിക് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം. ദെൻ ബൾക്ക് മോഡുലസ്, വോളിമെട്രിക് സ്ട്രെയിൻ പറയുമ്പോൾ ബൾക്ക് മോഡുലസ് അല്ലേ. ഇനി ഇതെല്ലാം ഈ റിലേഷൻ ബിറ്റ്വീൻ എലാസ്റ്റിക് കോൺസ്റ്റന്റ് അല്ലെ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഉണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ആ ഏരിയാസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട എന്താണ്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന്റെ എക്സ്പ്രഷൻസ്. പിന്നെ നിങ്ങൾ സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കാൻ നേരത്ത് നമ്മൾ ലോഗരിതമിക് സ്ട്രെസ്സും കൂടെ നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ട്രൂ സ്ട്രെസ്, ട്രൂ സ്ട്രെയിൻ, അതൊക്കെ കൂടെ ഒന്ന് നോക്കിയേക്കുക കേട്ടോ. പിന്നെ അടുത്തത് സ്ട്രെസ്സിന്റെ കാര്യത്തിൽ തന്നെ തെർമൽ സ്ട്രെസ്സസ് ഇൻ ബോഡീസ് ആണ്, യൂണിഫോം സെക്ഷൻ ആൻഡ് കോമ്പോസിറ്റ് സെക്ഷൻ. അതിനകത്ത് സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, തെർമൽ സ്ട്രെസ്സസ് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ദെൻ അടുത്തത് മേജർ ആയിട്ടുള്ള ഏരിയ, മാർക്ക് പോകാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ അവിടെ ടൈപ്സ് ഓഫ് ബീം ആദ്യം പഠിക്കണം. കാന്റിലീവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഓവർ ഹാങ്ങിങ്, ഫിക്സഡ് ആൻഡ് കണ്ടിന്യൂസ് ബീം. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ലോഡ് പഠിക്കണം. കോൺസെൻട്രേറ്റഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിഫോംലി വേരിയിങ്. ദെൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എന്തിന്റെയൊക്കെയാണ്? കാന്റിലിവർ ബീംസ്, പോയിന്റ് ലോഡ്, യു ഡി ലോഡ്, കോമ്പിനേഷൻ ഓഫ് പോയിന്റ് ആൻഡ് യു ഡി ലോഡ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതേലെന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ പോയിന്റ് ലോഡ്, യു ഡി ലോഡ്, കോമ്പിനേഷൻ ഓഫ് പോയിന്റ് ലോഡ് ആൻഡ് യു ഡി ലോഡ്. ദെൻ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. പിന്നെ ഓവർ ഹാങ്ങിങ് ബീം, പോയിന്റ് ലോഡ്, യു ഡി ലോഡ്, കോമ്പിനേഷൻ ഓഫ് പോയിന്റ് ആൻഡ് യു ഡി ലോഡ്. ദെൻ പോയിന്റ് ഓഫ് കോൺട്രഫ്ലെക്ചർ. എന്താണ് പോയിന്റ് ഓഫ് കോൺട്രഫ്ലെക്ചർ? അത് എപ്പോഴാണ് വരുന്നത്? അക്കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി അതിനകത്ത് നമുക്ക് അടുത്തായിട്ടുള്ളത് ഫാസ്റ്റ്നേഴ്സ് ആണ്. അപ്പൊ ഫാസ്റ്റ്നേഴ്സ് നമുക്കറിയാം, അതിനകത്ത് ടെമ്പററി ഫാസ്റ്റ്നേഴ്സ് ഉണ്ട്, പെർമനന്റ് ഫാസ്റ്റ്നേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ പെർമനന്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ്? വെൽഡഡ് ജോയിന്റ്സ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ റിവറ്റഡ് ജോയിന്റ്സുകൾ പഠിക്കാനുണ്ട്. അപ്പം വെൽഡഡ് ജോയിന്റിനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? വെൽഡഡ് ജോയിന്റ്, ടൈപ്പ് ഓഫ് വെൽഡഡ് ജോയിന്റ്, ലാബ് ജോയിന്റ് ഓർ ഫില്ലറ്റ് ജോയിന്റ് ആൻഡ് ബഡ് ജോയിന്റ്. വെൽഡ് ടേംസ്, വെൽഡിന്റെ ടേംസുകൾ ഉണ്ട്. ലെഗ് ഓർ സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്, ത്രോട്ട് തിക്നെസ്, സ്ട്രെങ്ത് ഓഫ് ആക്ച്വലി ലോഡഡ് സിമെട്രിക്കലി വെൽഡഡ് സെഷൻ, ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കണം. പാരലൽ ഫില്ലറ്റ് വെൽഡ്, കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് ആൻഡ് പാരലൽ വെൽഡ്, സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ദെൻ അടുത്തത് പെർമനന്റ് ജോയിന്റിനകത്ത് വരുന്ന റിവറ്റഡ് ജോയിന്റ്സ്. അപ്പൊ അതിന്റെ ടൈപ്സ്, അതിനകത്ത് ലാബ് ജോയിന്റ്, സിംഗിൾ റിവറ്റഡ്, ഡബിൾ റിവറ്റഡ്, അതിൽ തന്നെ ചെയിനും സിക്സാഗും ഒക്കെ ഉണ്ട് അല്ലെ. ദെൻ ബഡ് ജോയിന്റ്, സിംഗിൾ കവർ സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിന്റ്, ഡബിൾ കവർ സിംഗിൾ റിവറ്റഡ്. അപ്പൊ അവിടുന്ന് പ്രോബ്ലംസ് ചോദിക്കത്തില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ചോദിക്കാം. ദെൻ അടുത്ത ടെമ്പററി ഫാസ്റ്റ്നേഴ്സ് വരുമ്പോൾ അതിനകത്ത് ടെമ്പററി ഫാസ്റ്റ്നേഴ്സിന്റെ ടൈപ്സുകൾ, അത് അതിനകത്ത് വരുന്ന ത്രെഡഡ് ജോയിന്റ്സ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ത്രെഡഡ് ജോയിന്റ്സുകൾ, അതേപോലെ തന്നെ ഫോംസ് ഓഫ് ത്രെഡ് നമ്മൾ പഠിക്കണം. ഓരോ ത്രെഡിന്റെ ഫോംസ് വെച്ചിട്ട് പല ഫോംസിലുള്ള, പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാം. അതായത് ഈ ഫോമിലുള്ള ത്രെഡ് ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ത്രെഡ് ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ആക്മെ ത്രെഡ് ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദെൻ അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സ്പ്രിങ് ആണ്. അപ്പൊ അതിനകത്ത് സ്പ്രിങ് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് പഠിക്കണം. ഹെലിക്കൽ സ്പ്രിങ്സ്, അതിൽ തന്നെ ക്ലോസ്ലി കോയിൽഡും ഓപ്പൺ കോയിൽഡും നമ്മൾ പഠിക്കണം. അപ്പൊ അതിനകത്ത് വിത്ത് റൗണ്ട് വയർ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സ്പ്രിങ് മെറ്റീരിയൽസ്, അതിനകത്ത് ക്ലോസ് കോയിൽഡും ഉണ്ട്, ഓപ്പൺ കോയിൽഡും ഉണ്ട് അല്ലെ. ക്ലോസ്ലി കോയിൽഡ്, അതിനകത്ത് തന്നെ എന്താണ് ആക്സിയൽ ലോഡും അതേപോലെ തന്നെ ആക്സിയൽ ട്വിസ്റ്റും വരുന്ന കേസസ് നമ്മൾ മനസ്സിലാക്കുക. അതിലുള്ള സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ലെങ്ത്, നമ്പർ ഓഫ് ടേംസ്, അതിനകത്ത് ടേംസുകളായിട്ടുള്ള നമ്പർ ഓഫ് ടേൺസ് പഠിക്കണം. അതുമായിട്ടുള്ള ടേംസ് ആയിട്ടുള്ള പിച്ച്, ഡിഫ്ലക്ഷൻ, സ്റ്റിഫ്നെസ്, ആ കാര്യങ്ങൾ, അതിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്പ്രിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ സ്റ്റിഫ്നെസ് എന്താണ്, അതിന്റെ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ പിച്ച്, അതിന്റെ ടേംസുകൾ ഉണ്ടല്ലോ, അതായത് സ്പ്രിങ്സിന്റെ ടേംസുകൾ എന്താണ്, പിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും കൂടെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. ദെൻ അടുത്തത് മെഷീൻ എലമെന്റ്, 4ാമത്തെ യൂണിറ്റ്, മെഷീൻ എലമെന്റ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലർ, 10 മാർക്ക്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് മെഷീൻ എലമെന്റ്സിനകത്ത് ബെയറിംഗ്സ് ആണ്. ഫംഗ്ഷൻ ഓഫ് ബെയറിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ്, റേഡിയൽ ബെയറിംഗ്, ത്രസ്റ്റ് ബെയറിംഗ്, സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ്, റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്, ഡിസൈൻ ഓഫ് സോളിഡ് ജേർണൽ ബെയറിംഗ്, ഫ്രിക്ഷൻ ഇൻ ജേർണൽ ബെയറിംഗ്, ഡിസൈൻ ഓഫ് ത്രസ്റ്റ് ബെയറിംഗ് കൺസിഡറിംഗ് യൂണിഫോം പ്രഷർ, then flat pivot or footstep bearing, collar bearing, then coefficient of friction and bearing characteristics number. അപ്പോൾ bearing characteristic number bearingനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ജേർണൽ ബെയറിംഗ്, അതുമായിട്ട് ബേസ് ചെയ്ത് ചെറിയ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തത് നമ്മുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഗവർണേഴ്സ് ആൻഡ് ഫ്ലൈ വീൽ. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഓഫ് ഗവർണർ, അതുപോലെ തന്നെ ഫ്ലൈ വീൽ ഉണ്ട്. ഗവർണറും ഫ്ലൈ വീലും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ദെൻ ടൈപ്പ് ഓഫ് ഗവർണർ, സിമ്പിൾ വാട്ട് ഗവർണർ, പോർട്ടർ ഗവർണർ, അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ്. ദെൻ ഫ്ലൈ വീൽ, കമ്പാരിസൺ വിത്ത് ഗവർണറും ഫ്ലൈ വീലുമായിട്ട് കമ്പയർ ചെയ്യുക. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഫ്ലൈ വീലിനകത്ത് പ്രധാനപ്പെട്ട ടേം ആണ്. ദെൻ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, അതിന്റെയൊക്കെ ഇക്വേഷൻ ഉണ്ട്. ദെൻ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈ വീൽ, ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം, പ്രോബ്ലംസ് ഓഫ് സൈസ് ഓഫ് ഫ്ലൈ വീൽ, എംപെരിക്കൽ ഫോർമുല പ്രോബ്ലം ഒക്കെ നമുക്ക് ചോദിക്കാം. സാധാരണ അതുമായിട്ട് ബേസ് ചെയ്ത് ഫ്ലൈ വീലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രോബ്ലംസും കൂടെ നോക്കി പോവുക. തിയറീസിനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്ലൈ വീലും ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകൾ, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട പല ടേംസുകളുണ്ട്, ഹണ്ടിങ്, സെൻസിറ്റിവിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻ ആണ്. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഓഫ് ഗിയേഴ്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗിയർ ഡ്രൈവ്. അപ്പൊ ഗിയറിന്റെ നോമൺ ക്ലച്ചർ, സ്പർ ഗിയറിന്റെ നോമൺ ക്ലച്ചർ ഒന്ന് നോക്കുക. സിമ്പിൾ ഗിയർ ഡ്രൈവ്, വെലോസിറ്റി റേഷ്യോ നോക്കുക എന്താണെന്ന്. പവർ ട്രാൻസ്മിറ്റഡ്, ഗിയർ ട്രെയിൻസ്, അതിൽ തന്നെ സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, അതേപോലെ തന്നെ റിവർട്ടഡ് ഗിയർ ട്രെയിൻ, അതിന്റെ സിമ്പിൾ പ്രോബ്ലംസും കൂടെ നോക്കുക. പറ്റുവാണെങ്കിൽ എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ എന്താണ്, അത് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട സ്റ്റീം ജനറേറ്റർ, അതിനകത്ത് ബോയിലർ അല്ലെ. അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ, എന്താണ് ബോയിലർ, അതേപോലെ തന്നെ ഫംഗ്ഷൻ, ക്ലാസിഫിക്കേഷൻ, ബോയിലറിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫയർ ട്യൂബ്, വാട്ടർ ട്യൂബ്. ദെൻ മോഡേൺ പാക്കേജ് ടൈപ്പ് ഇൻഡസ്ട്രിയൽ ബോയിലർ, അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ബോയിലർ നെസ്ലർ ബോയിലർ, മോഡേൺ ഹൈ പ്രഷർ ബോയിലർ, ലാമൺ ബോയിലർ. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബോയിലർ സ്പെസിഫിക്കേഷൻ, ബോയിലർ മൗണ്ടിങ്സ് കേട്ടോ. ബോയിലർ മൗണ്ടിങ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതേപോലെ തന്നെ ബോയിലർ ആക്സസറീസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബോയിലർ മൗണ്ടിങ്സിനകത്ത് ഓരോന്നിന്റെയും ഫങ്ഷൻസ്, സ്റ്റോപ്പ് വാൽവ്, സേഫ്റ്റി വാൽവ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, പ്രഷർ ഗേജ്, ഫ്യൂസിബിൾ പ്ലഗ്, അതെല്ലാം നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ, അത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ബോയിലർ ആക്സസറീസ്, അതിനകത്ത് ബോയിലർ ആക്സസറീസിന്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഫീഡ് പമ്പ്, എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ, സ്റ്റീം ട്രാപ്പ്, സ്റ്റീം സെപ്പറേറ്റർ, അതെല്ലാം എന്തിനാണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് ബോയിലർ ഡ്രോട്ട് ഉണ്ട്. ബോയിലർ ഡ്രോട്ടിനകത്ത് നാച്ചുറൽ ഡ്രോട്ട് ഉണ്ട്, ഫോഴ്സ്ഡ് ഡ്രോട്ട് ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഉണ്ട്, ബാലൻസ്ഡ് ഡ്രോട്ട് ഉണ്ട്, അത് തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഹീറ്റ് ലോസ് ഇൻ ബോയിലർ, അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് നമ്മുടെ മെറ്റീരിയൽസിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺ, അതിനകത്ത് വൈറ്റ് കാസ്റ്റ് അയൺ, മാലിബിൾ കാസ്റ്റ് അയൺ, ഗ്രേ ആൻഡ് നോഡുലാർ കാസ്റ്റ് അയൺ. ദെൻ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻ വിത്ത് റീസൺ. ദെൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ വിത്ത് സ്കെച്ച് ഓഫ് കുപ്പോള ഫർണസ്, അലോയ്സ് കുപ്പോള ഫർണസ്. അപ്പൊ കുപ്പോള ഫർണസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സ്കെച്ച് ഒന്നും പഠിക്കണ്ട, കുപ്പോള ഫർണസ് എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അലോയ് സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ, അതിനകത്ത് എന്തൊക്കെ പഠിക്കണം, ലോ കാർബൺ, മീഡിയം കാർബൺ, ഹൈ കാർബൺ, ഹൈ സ്പീഡ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, മാഗ്നറ്റിക് സ്റ്റീല്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ, എത്ര പെർസെന്റേജ് ആണ് അതിനകത്ത് കാർബൺ അടങ്ങിയിരിക്കുന്നത്, ഓരോ കമ്പോണൻസ് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്, അതേപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ അടുത്തത് കെമിക്കൽ കമ്പോസിഷൻ, BA സ്പെസിഫിക്കേഷൻ, എഫക്ട് ഓഫ് അലോയിങ് എലമെന്റ് ഇൻ സ്റ്റീൽ, സ്റ്റീലിൽ ഓരോ അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അടുത്തത് മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീലിനകത്ത് ബെസിമർ പ്രോസസ്സ്, LD പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് നമ്മൾ പഠിക്കണം. പിന്നെ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫർണസ്. ദെൻ നോൺ ഫെറസ് മെറ്റീരിയൽസും അലോയ്സും നമ്മൾ പഠിക്കണം. അതിനകത്ത് സ്പെസിഫിക്കേഷൻ ഓഫ് കോപ്പർ, അതേപോലെ തന്നെ അലൂമിനിയം, ടിൻ, സിങ്ക്, ലെഡ്, നിക്കൽ ആൻഡ് മഗ്നീഷ്യം, അതിന്റെയൊക്കെ ആപ്ലിക്കേഷനും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ദെൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ബെയറിംഗ് മെറ്റീരിയൽസ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ അലോയിങ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള
പ്രത്യേക അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തൊക്കെയാണ് ചേഞ്ച് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ നമ്മളിവിടെ ഈ അലോയിങ് എലമെന്റ്സുകളെ പഠിക്കുമ്പം ഇതിനെ കമ്പൈൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അക്കാര്യങ്ങളും കൂടെ പഠിക്കണം. ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. then അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ആണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽസ്. അപ്പൊ അവിടെ ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം അനീലിംഗ്, നോർമലൈസിങ്, ടെമ്പറിങ്, ഹാർഡനിങ്, കേസ് ഹാർഡനിങ് സച്ച് ആസ് സയനൈഡിങ്, നൈട്രൈഡിങ്, കാർബണൈസിങ്, ഡിഫക്ട് ഇൻ സ്റ്റീൽ ഡ്യൂ ടു ഫോൾട്ടി ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഫോൾട്ടി ഹീറ്റ് ട്രീറ്റ്മെന്റ് വരുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, 1 മാർക്ക് ഷുവർ ആണ് ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ മെക്കാനിക്കൽ സിലബസ് നിങ്ങൾക്ക് അതിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ സിലബസ് ഇതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓട്ടോമൊബൈൽ സിലബസ് വേണമെന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈൽ സിലബസ് ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ യാതൊരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ സിലബസിലെ ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പും പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. പരീക്ഷ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, എന്ത് ക്വസ്റ്റ്യനാ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ജയിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ നടത്തുന്ന പരീക്ഷകൾ മാത്രം ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ കോഴ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ടെക് പി എസ് സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അപ്പൊ നിങ്ങളുടെ സിലബസിനെ പറ്റി നിങ്ങൾ ആദ്യം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. ഓട്ടോമൊബൈലിലെ സിലബസ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ, ഏവർക്കും ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്